ഹേ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് ഇയർ മെൻ്റൽ ഹെൽത്ത് നഴ്സിങ്ങിലുള്ള ഡിഫൻസ് മെക്കാനിസംസിനെ പറ്റിയിട്ടാണ്. എന്താണ് ഡിഫൻസ് മെക്കാനിസം, ഏതൊക്കെ തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ഉണ്ടെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഡിഫൻസ് മെക്കാനിസംസ്, ഡിഫൻസ് പ്രതിരോധം, മെക്കാനിസംസ് എന്ന് പറഞ്ഞാൽ ഓരോ വഴികൾ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം. സോ പ്രതിരോധം തീർക്കാനുള്ള വഴികൾ, അങ്ങനെയൊക്കെ ഒരു മീനിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. സോ നമുക്ക് ഒട്ടും ടൈം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഡിഫൻസ് മെക്കാനിസം ഈസ് ഓൾസോ നോൺ ആസ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം, ഈഗോ ഡിഫൻസ് മെക്കാനിസം, മെൻ്റൽ ഡിഫൻസ് മെക്കാനിസം, പല പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചുറ്റുപാടോട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചേഞ്ചിനോട് കോപ്പപ്പ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള മീനിങ് നമുക്ക് വേണ്ടി എടുക്കാം കേട്ടോ. ഡിഫൻസ് മെക്കാനിസംസ് ആർ സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസ് which helps a person to cope with reality and to maintain psychological balance or peace. അതായത് ഈ ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുമ്പോൾ ഒരുപാട് സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസ് ആണ് നമ്മുടെ റിയാലിറ്റിയുമായിട്ട്, ചുറ്റും നടക്കുന്ന റിയാലിറ്റിയുമായിട്ട് കോപ്പപ്പ് ചെയ്യാനും നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ബാലൻസും സമാധാനവും മനസ്സമാധാനവും ഒക്കെ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനും ബാലൻസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസ് ആണ് ഡിഫൻസ് മെക്കാനിസംസ്. 1904 സിഗ്മണ്ട് ഫ്രോയിഡ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസം എന്നുള്ള ടേം യൂസ് ചെയ്തിട്ട് ഒരു മനുഷ്യനുണ്ടാകുന്ന ആൻസൈറ്റി, ഷെയിം, ലോസ് ഓഫ് സെൽഫ് എസ്റ്റീം, കോൺഫ്ലിക്റ്റ്, അൺആക്സെപ്റ്റബിൾ ഫീലിങ്സ്, നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫീലിങ്സ്, ഇങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകുമല്ലോ. ഈ സാധനങ്ങളിൽ നിന്നൊക്കെ ഒരു മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് നമ്മൾ ബോധത്തോടെ ആയിരിക്കില്ല അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ചെയ്യുന്നത്. അത് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അൺകോൺഷ്യസ് മൈൻഡ് തനിയെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചെയ്യുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസം എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. According to Freud, when it is in serious conflict with ego and superego, the individual suffer from tension or anxiety. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ അതിനെപ്പറ്റി ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഇഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലഷർ പ്രിൻസിപ്പിളിൽ, അതായത് നമുക്ക് സന്തോഷം വേണം എന്നുള്ള ഒരു പ്രിൻസിപ്പിളിൽ ബേസ് ചെയ്തിട്ട് കിടക്കുന്ന സാധനമാണ്. ഈഗോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാലിറ്റി പ്രിൻസിപ്പിൾ, അതായത് എന്താണോ യഥാർത്ഥത്തിൽ നടക്കുന്നത് അതിനെ പറ്റിയിട്ടാണ്. ഈ സൂപ്പർ ഈഗോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോറാലിറ്റി പ്രിൻസിപ്പിളിൽ ബേസ് ചെയ്ത് കിടക്കുന്ന സാധനമാണ്. അപ്പോൾ ഈ ഒരു നമുക്ക് പ്ലഷർ വേണം, സന്തോഷം വേണം എന്നുള്ളൊരു കാര്യം നമ്മുടെ യാഥാർത്ഥ്യമായിട്ടും പിന്നെ മൊറാലിറ്റി ആയിട്ടൊക്കെ ഒരു സീരിയസ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ അല്ലെങ്കിൽ ഒരു മിസ്മാച്ച് ആയിട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാക്കുന്ന സമയത്ത് ഇൻഡിവിജ്വലിന് ഒരു ടെൻഷൻ, ആൻസൈറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു കോൺഫ്ലിക്റ്റ് കാരണമാണല്ലോ ഈ ഒരു സ്ട്രെസ്സ്, ആൻസൈറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ സ്ട്രെസ്സ്, ആൻസൈറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്റ്റിനെ റിസോൾവ് ചെയ്യണം അല്ലെങ്കിൽ പരിഹരിക്കണം. അപ്പോൾ ഇങ്ങനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസം. യൂഷ്വലി എല്ലാതരം ഡിഫൻസ് മെക്കാനിസംസും ഒരു അൺകോൺഷ്യസ് ലെവലിലാണ് നമ്മളിങ്ങനെ ബോധത്തോടെ ഓക്കെ ഇത് നടക്കുന്നത്, അപ്പോഴേ ഈ ഒരു ഡിഫൻസ് മെക്കാനിസം എടുക്കാം, അങ്ങനെയല്ല. ഒരു അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ഇത്. മോസ്റ്റ് ഓഫ് ദി ഡിഫൻസ് മെക്കാനിസംസ് ആർ സെൽഫ് ഡിസെപ്റ്റീവ് അല്ലെങ്കിൽ ഒരു ബ്ലണ്ടർ ഇൻ നേച്ചർ. അതായത് ബ്ലണ്ടർ ആണോ, ഒരു സ്റ്റുപ്പിഡ് തിങ്സ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും കേട്ടോ. ഈ ഒരു ഡിഫൻസ് മെക്കാനിസംസ് ഒരു മോഡറേറ്റ് ലെവലിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ഹാമൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ എക്സസീവായിട്ട് പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ഡിഫൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾക്ക് ഒരു ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻസ് നോക്കാം. It is the pattern of adjustment through which an individual relieves anxiety caused by an uncomfortable situation that threatens self-esteem. ഒരു ഇൻഡിവിജ്വലിൻ്റെ, ഒരു പേഴ്സൻ്റെ ഒരു സെൽഫ് എസ്റ്റീമൊക്കെ ത്രെട്ടൻ ചെയ്യുന്ന അൺകംഫർട്ടബിൾ സിറ്റുവേഷനെ അല്ലെങ്കിൽ ആ ഒരു അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ആൻസൈറ്റിയെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസംസ്. അതായത് ഒരു അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഒരു ആൻസൈറ്റി ഉണ്ടാകുമല്ലോ. അപ്പോഴും ഒരു ആൻസൈറ്റിനെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആളെ സഹായിക്കുന്ന ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണിത്. മറ്റൊരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ദീസ് ആർ ദി ടെക്നിക്സ് ഓർ മെക്കാനിസംസ് യൂസ്ഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ടു ഹാൻഡിൽ ടെൻഷൻ ഓർ റെഡ്യൂസ് ആൻസൈറ്റി ഓർ റിസോൾവ് കോൺഫ്ലിക്റ്റ്. അതായത് ഒരു മനുഷ്യൻ തൻ്റെ ടെൻഷൻ ഹാൻഡിൽ ചെയ്യാനോ ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് അല്ലെങ്കിൽ മെക്കാനിസംസിനെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇതുവരെ പഠിച്ച അതേ സാധനമാണ് ഒരു
അലൈൻ ചെയ്തു എന്നൊക്കെയുള്ളൂ. പിന്നെ അടുത്തത് ഡിഫെൻസ് മെക്കാനിസം റെഫർ ടു അൺകോൺഷ്യസ് പ്രോസസ്സസ് ദാറ്റ് ഡിഫെൻഡ് എ പേഴ്സൺ അഗൈൻസ്റ്റ് ആൻസൈറ്റി. ഒരു ആൻസൈറ്റിക്കെതിരെ പേഴ്സണെ ഡിഫെൻഡ് ചെയ്യുന്ന അൺകോൺഷ്യസ് പ്രോസസ്സിനെയാണ് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. സെയിം സാധനം. ഇപ്പം നമ്മൾ ഒരു ഡിഫെൻസ് മെക്കാനിസംസിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ഡിഫെൻസ് മെക്കാനിസംസ് ഉണ്ട്. ഈ ഒരു ഡിഫെൻസ് മെക്കാനിസംസിനെയൊക്കെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പോസിറ്റീവ് ഡിഫെൻസ് മെക്കാനിസം, മറ്റൊന്ന് നെഗറ്റീവ് ഡിഫെൻസ് മെക്കാനിസം. അതായത് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഡിഫെൻസ് മെക്കാനിസംസ്. ഇനി നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഡിഫെൻസ് മെക്കാനിസംസ്. സോ ഏതൊക്കെയാണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും അണ്ടർപോലെ വരുന്ന ഡിഫെൻസ് മെക്കാനിസംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് അത് എന്തൊക്കെയാണെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പോസിറ്റീവിൽ വരുന്നതാണ് റിപ്രഷൻ, റാഷണലൈസേഷൻ, ഇൻ്റലക്ച്വലൈസേഷൻ, കോമ്പൻസേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, സബ്ലിമേഷൻ, അൺഡൂയിങ്, ഐഡൻറ്റിഫിക്കേഷൻ, ട്രാൻസ്ഫറൻസ്, ഇൻട്രോജക്ഷൻ. ഇനി നെഗറ്റീവിൽ വരുന്നത് നോക്കാം. അഗ്രഷൻ, നെഗറ്റിവിസം, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിനയൽ, കൺവേർഷൻ, സപ്രഷൻ, ഫാൻറ്റസി, പ്രൊജക്ഷൻ, ഫിക്സേഷൻ, റിയാക്ഷൻ ഫോർമേഷൻ, ഡിസോസിയേഷൻ, ആക്ടിങ് ഔട്ട്. ഒരുപാടുണ്ടല്ലേ, പേടിക്കണ്ട. നമുക്ക് ഇത് ജസ്റ്റ് ഈ ഒരു പേരൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മീനിങ് ഒക്കെ മനസ്സിലാകും. ആ ഒരു മീനിങ് ഒക്കെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഇലാബറേഷൻ എന്ന് പറഞ്ഞു വരുന്നത്. പിന്നെ ചുരുക്കം ചിലതിൻ്റെ മാത്രം അത് ഓർത്ത് വെച്ചാൽ മതിയാകും കേട്ടോ. സോ നമുക്ക് ഓരോന്നായിട്ട് കടക്കാം കേട്ടോ, ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. നമുക്ക് ആദ്യം പോസിറ്റീവ് ഡിഫെൻസ് മെക്കാനിസംസ് 1 by 1 ആയിട്ട് നോക്കാം, പിന്നീട് നെഗറ്റീവ് നോക്കാം. പോസിറ്റീവ് റിപ്രഷനാണ് ആദ്യം വരുന്നത്. ഇത് കേൾക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? സബ്സ്ക്രിപ്ഷനായിട്ട് വേർഡുമായിട്ട് സിമിലാരിറ്റി തോന്നുന്നുണ്ടാവും അല്ലേ? ഏകദേശം അത് തന്നെയാണ്. പക്ഷേ അത് അൺകോൺഷ്യസ് ആയിട്ട് സപ്രസ് ചെയ്യുന്നതാണ് റിപ്രഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇത് നോക്കാം. റിപ്രഷൻ റെഫേഴ്സ് ടു ദി പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽസ് അൺആക്സെപ്റ്റബിൾ പെയിൻഫുൾ മെമ്മറീസ് ആൻഡ് ഫീലിങ്സ് സ്പ്ലിറ്റ്സ് ഇൻ ദി അൺകോൺഷ്യസ് ലെയർ ഓഫ് മൈൻഡ്. അതായത് ഒരു മനുഷ്യന് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ഓർമ്മകളുണ്ടല്ലോ, ഈ ഒരു സാധനങ്ങൾ, ഈ ഒരു ഓർമ്മകൾ, ഫീലിങ്സൊക്കെ അൺകോൺഷ്യസ് ലെയർ ഓഫ് മൈൻഡിലേക്ക് പോകുന്നതിനെയാണ് ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, എ മാൻ ഈസ് ജെലസ് ഓഫ് ഹിസ് ഗുഡ് ഫ്രണ്ട് സക്സസ് ബട്ട് ഈസ് അൺഅവേർ ഓഫ് ഹിസ് ഫീലിംഗ് ഓഫ് ജെലസി. അതായത് ഒരാൾ അയാളുടെ കൂട്ടുകാരന് എന്തെങ്കിലും ഒരു എക്സാം പാസ്സാവുകയാണ്, അല്ലെങ്കിൽ വലിയ എന്തോ ജോലി കിട്ടുകയാണ്, അപ്പോഴയാളുടെ ഉള്ളിലൊരു ജലസി ഉണ്ടാകും. പക്ഷേ ഒരാൾക്ക് അറിയത്തില്ല തൻ്റെ ഉള്ളിലൊരു ജലസി എന്നുള്ള ഫീലിംഗ് ഉണ്ടെന്ന്. അണവേവായിരിക്കും. അതായത് നമ്മളിങ്ങനെ പറയത്തില്ല, ഓ അവന് ജോലി കിട്ടി, അവനൊന്നും പഠിക്കത്തില്ലായിരുന്നു, പിന്നെ എങ്ങനെ ഇവനൊക്കെ ജോലി കിട്ടിയേ, ഓ വലിയ കാര്യമായി പോയി എന്നൊക്കെ പറയത്തില്ലേ. പക്ഷെ നമ്മളോട് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ പറയും, ഓ എനിക്ക് അസൂയൊന്നുമില്ല അപ്പാന്ന്. പക്ഷേ ചിലപ്പോൾ നമുക്കറിയത്തില്ലെങ്കിൽ നമുക്ക് അത് ഫീലിംഗ് അസൂയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ അന്നേവായിരിക്കും നമ്മൾ. സോ അതൊക്കെയാണ് കേട്ടോ. അടുത്തത് റാഷണലൈസേഷനാണ്. ഡിഫെൻസ് മെക്കാനിസം ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ജസ്റ്റിഫൈസ് ഹിസ് ഫെയിലിയേഴ്സ് ആൻഡ് സോഷ്യലി അൺആക്സെപ്റ്റബിൾ ഫീലിംഗ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ബൈ മേക്കിംഗ് എക്സ്ക്യൂസസ് ഓർ ഫോർമുലേറ്റ് ലോജിക്കൽ റീസൺസ് ഓർ സോഷ്യലി അപ്രൂവ്ഡ് റീസൺസ്. അതായത് ഒരാൾക്ക് ഒരു ഫെയിലിയർ ഉണ്ടാക്കുകയാണ്, പക്ഷേ ആളത് ഒരു സോഷ്യലി അപ്രൂവ് ചെയ്യുന്ന റീസൺസ് വെച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ വെച്ചിട്ട്, ലോജിക്കലായുള്ള റീസണോ എന്തെങ്കിലും എക്സ്ക്യൂസ് വെച്ചിട്ട് ആ ഒരു സാധനത്തിനെ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമിന് ഒരു കുട്ടി തോക്കുകയാണ്, അവിടെ ആ ഒരു കുട്ടി വന്നിട്ട് പറയുന്നത്, ആ എക്സാമിൻ്റെ തലേന്ന് എനിക്ക് ഭയങ്കര പനിയായിരുന്നു, തലവേദനയായിരുന്നു, അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാണ്. ഏകദേശം അത് തന്നെ. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയുടെ കൂടെ വെളിയിൽ പോകുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ വെളിയിലൊക്കെ ഇയാൾ ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്ത് ഭാര്യ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ഓ അവൾ ഇതിലൊന്നും വരത്തില്ല, അപ്പോൾ അവൾ ഭയങ്കര ഷൈ ആണെന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഇൻ്റലക്ച്വലൈസേഷൻ. ഇറ്റ് ഈസ് എൻ അറ്റംപ്റ്റ് ടു അവോയ്ഡ് എക്സ്പ്രസിങ് ആക്ച്വൽ ഇമോഷൻസ് അസോസിയേറ്റഡ് വിത്ത് എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ by using the intellectual process of logic, reasoning and analysis. അതായത് ഈ ഒരു ലോജിക്ക്, റീസണിങ്, അനാലിസിസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തെടുക്കുന്ന ആക്ച്വൽ ഇമോഷനെ എക്സ്പ്രസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുന്നു. എല്ലാം കൂടി കുഴഞ്ഞ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്, അപ്പോഴൊരു മനുഷ്യനാണെങ്കിൽ അയ്യോ വയ്യേ, അയ്യോ ആക്സിഡൻ്റ് ആയേ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് നടക്കാണ്ട് ഒരു ആംബുലൻസിനെ വിളിക്കുകയും പിന്നെ ഈ ഒരു ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതിനെയാണ് ഈ ഒരു ഇൻ്റലക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുറച്ചുകൂടി ലോജിക്കലായി ചിന്തിച്ച്, അല്ലെങ്കിൽ കുറച്ചുകൂടി
അനുയോജ്യമായിട്ട്, അതായത് നമ്മളിങ്ങനെ നിലവിളിച്ച് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. ഒരു ആംബുലൻസിനെ വിളിക്കുക, എവിടെയെങ്കിലും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക, അതൊക്കെയാണല്ലോ ചെയ്യേണ്ടത് ലോജിക്കലായിട്ട്. അതാണ് ഈ ഒരു ഇൻ്റലക്ച്വലൈസേഷൻ. ഇനി അടുത്തത് കോമ്പൻസേഷനാണ് കേട്ടോ. ഇത് നമുക്ക് പേര് തന്നെ കിട്ടും, കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിന് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഒരു കുട്ടി പഠിക്കാൻ ഭയങ്കര വീക്കാണ്, പക്ഷേ ആൾക്ക് സ്പോർട്സിലൊക്കെ നല്ല താല്പര്യമാണ്, നല്ല ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു കുട്ടി ഈ ഒരു പഠിക്കുന്നതെന്നുള്ള സാധനത്തിലേക്ക് കൊടുക്കുന്ന എനർജി മാറ്റിയിട്ട് ആ ഒരു എനർജി ഈ ഒരു സ്പോർട്സിൽ പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൊടുക്കും. എന്നിട്ട് അതിൽ മികച്ചു നിൽക്കാൻ ശ്രമിക്കും. ഒരു സ്ഥലത്തെ ഒരു വീക്ക്നെസ് മറ്റൊരു സ്ഥലത്ത് സ്ട്രെങ്ത് വെച്ചിട്ട് കോമ്പൻസേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് സബ്സ്റ്റിറ്റ്യൂഷനാണ്. മെക്കാനിസം ബൈ വിച്ച് ടെൻഷൻ ഓർ ആൻസൈറ്റി ഈസ് റെഡ്യൂസ്ഡ് ബൈ റീപ്ലേസിങ് ദി അൺഅച്ചീവബിൾ ഗോൾ വിത്ത് അച്ചീവബിൾ ഗോൾ. അതായത് ആ ഗോളിനെ തന്നെ അങ്ങ് മാറ്റും. അതായത് ഒരു സാധനം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ നമുക്ക് ആൻസൈറ്റി ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സാധനം മാറ്റിയിട്ട് ഒരു അച്ചീവബിൾ ഗോൾ നമ്മൾ ഫിക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു അച്ചീവ് ചെയ്യാൻ പറ്റുമ്പോഴൊരു ആൻസൈറ്റിയൊന്നും ടെൻഷനൊന്നും ഉണ്ടാവത്തില്ലല്ലോ, നമുക്ക് കുറച്ചുകൂടെ സന്തോഷമല്ലേ ഉണ്ടാവുക. അതിൻ്റെ സംഭവം ഇത് ചിലപ്പോഴും നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ പലർക്കും. അതായത് നമ്മൾ MBBSന് വേണ്ടി ട്രൈ ചെയ്യാണ്, 2-3 കൊല്ലം ക്രാഷും റിപ്പീറ്റൊക്കെ ആയിട്ട് പോകുകയാണ്, പക്ഷേ അത് കിട്ടുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു MBBS എന്ന് പറയുന്നത് ഒരു അൺഅച്ചീവബിൾ ഗോളാണ്. അപ്പോൾ നമ്മൾ നേരെ ഒരു അച്ചീവബിൾ ഗോൾ അത് മാറ്റിയിട്ട് ഒരു നഴ്സിംഗ് ചൂസ് ചെയ്യുകയാണ്. നഴ്സിംഗ് ആണെങ്കിൽ ഇതുവരെ ആണെങ്കിൽ +2 മാർക്കൊക്കെ വെച്ച് നമുക്ക് നഴ്സിംഗിൽ അഡ്മിഷൻ കിട്ടും. അപ്പോൾ ആ ഒരു അച്ചീവബിൾ ഗോളാണ്. ഈ ഒരു അൺഅച്ചീവബിൾ ഗോളിനെ മാറ്റിയിട്ട് ഒരു അച്ചീവബിൾ ഗോൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് ആ ഒരു അച്ചീവബിൾ ഗോൾ നേടിയെടുക്കുക, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് സബ്ലിമേഷനാണ്. ഇത്തവണത്തെ PSC DHSൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. സോ എന്താണ് ഇതെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദി ചാനലൈസേഷൻ ഓഫ് ഇൻസ്റ്റിങ്ച്വൽ ഡ്രൈവ്സ് ഫ്രം സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ഡിസയേഴ്സ് ഇൻ ടു ആക്സെപ്റ്റബിൾ ഫോം. അതായത് നമുക്കൊരു ഡ്രൈവ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാക്കുകയാണ്, പക്ഷേ അതാണെങ്കിൽ സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആണ്. അതായത് സൊസൈറ്റി ഒരു കാലത്ത് സമ്മതിച്ച് തരത്തില്ല, ഭയങ്കര കുഴപ്പമാണ് സൊസൈറ്റിക്ക്. സോ അപ്പോൾ സൊസൈറ്റിക്ക് കുറച്ചുകൂടി ആക്സെപ്റ്റബിൾ ആയുള്ള ഫോമിൽ ആ ഒരു ഡിസൈൻ അവതരിപ്പിച്ച് അത് ഫുൾഫിൽ ചെയ്യുക. സംഭവം നമുക്കൊരു എക്സാമ്പിളോടെ നോക്കുകയാണെങ്കിൽ, ഒരു അൺമാരീഡ് വുമണിന് കുട്ടി വേണമെന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം. നമ്മുടെ സൊസൈറ്റി വെച്ച് നോക്കുമ്പോൾ അൺമാരീഡ് വുമൺ, കുട്ടി, അയ്യേ എന്താ മോശം, ആ ഒരു ഫീലിംഗ് ആയിരിക്കുമല്ലോ. സോ ഈ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഈ ഒരു മെറ്റേണൽ അർജിനെ, അതായത് കുട്ടി വേണമെന്നുള്ള ആഗ്രഹത്തെ സ്വന്തമായിട്ട് ഒരു ഓർഫണേജ് പോയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് പരിഹരിക്കുക. അവിടെ ഒരുപാട് കുട്ടികളുണ്ട്, ആ ഒരു കുട്ടികളുമായിട്ട് മിങ്കിളൊക്കെ ചെയ്ത് ആ ഒരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യും. അപ്പോഴും സൊസൈറ്റിക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്ത് നല്ല കുട്ടി ഓർഫണേജ് പോയിട്ട് അവിടുത്തെ കുട്ടികളൊക്കെ സഹായിക്കുന്നുള്ള ഫീലിംഗ് ആയിരിക്കും സൊസൈറ്റിക്ക്. ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് അൺഡൂയിങ് എന്താണെന്ന് നോക്കാം. ഇത് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. നോക്കാം എന്താണെന്ന്. അൺഡൂയിങ് ഈസ് ആക്ട് സിംബോളിക്കലി ക്യാൻസലിങ് ഓർ റിവേഴ്സിങ് ഔട്ട് എ പ്രീവിയസ് ആക്ട് വിച്ച് ഈസ് അൺആക്സെപ്റ്റബിൾ. അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, നമുക്ക് തന്നെ തോന്നും ഇത് നമ്മൾ ചെയ്ത് തെറ്റായിപ്പോയെന്ന്. അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ എഫക്റ്റിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു നല്ലൊരു കാര്യം ചെയ്യും. അതാണ് ഈ ഒരു അൺഡൂയിങ്. ഇവിടെ കൊടുത്ത എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരു കുട്ടി തൻ്റെ അച്ഛനോട് രാവിലെ തന്നെ എണീച്ച് ദേഷ്യപ്പെടുകയാണ്. തൻ്റെ വണ്ടിയിലെ പെട്രോളൊക്കെ തീർന്നു പോയി, ഞാൻ ഇങ്ങനെ ഇവിടെ ജോലിക്ക് പോകാൻ ലേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അതേ കുട്ടി തന്നെ വൈകുന്നേരം വരുന്ന സമയത്ത് അച്ഛന് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം, ഇപ്പോഴും ചിലപ്പോൾ അച്ഛൻ ഇഷ്ടപ്പെട്ട ഒരു ഫുഡായിരിക്കും, അത് വാങ്ങിയിട്ട് വരികയാണ്, അച്ഛൻ സന്തോഷിപ്പിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സാധനത്തെ വൈകുന്നേരം വരുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റിനെ കൊണ്ട് ക്യാൻസൽ ഔട്ട് ചെയ്യാണ്, ബാലൻസ് ചെയ്യാണ്. ഇത് പലപ്പോഴും അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യും കേട്ടോ. ഇനി അടുത്തത് ഐഡൻറ്റിഫിക്കേഷനാണ്. ഇത് നമുക്ക് പലപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും കേട്ടോ. 2 രീതിയിൽ ഇത് വരാം കേട്ടോ. സോ എന്താണെന്ന് നോക്കാം. Through this process, an individual attempts to increase self-worth by acquiring certain attributes and characteristics of another individual, one who or she admires. അതായത് നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന, അയാളെപ്പോലെ ആകണമെന്ന് ട്രൈ ചെയ്യുന്ന ഒരാളാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു റോൾ മോഡലൊക്കെ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ ലൈഫിലുള്ള അയാൾ കാണിക്കുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, ചില ആക്ഷൻസ് ഉണ്ടാവും, അതൊക്കെ നമ്മുടെ ലൈഫിലും പകർത്തിയിട്ട് നമ്മൾ അയാളെ പോലെ ആകാൻ വേണ്ടി ശ്രമിക്കും. അയാൾ അച്ചീവ് ചെയ്ത സാധനം അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് 2 രീതിയിൽ വരാം. ഒന്നുകിൽ നമ്മുടെ ഒരു റോൾ മോഡലുണ്ട്, അയാളുടെ ബിഹേവിയേഴ്സൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ട് അയാളെ പോലെ ആകാൻ ശ്രമിക്കും, അയാളുടെ പൊസിഷനിലേക്ക് എത്താൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു അച്ഛൻ തൻ്റെ മകൻ ഒരുപാട് പഠിപ്പിക്കുന്നത്, എന്നിട്ട് ആ മകൻ ഒരുപാട് ഹയർ എഡ്യൂക്കേഷനൊക്കെ ഫുൾഫിൽ ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു മകൻ്റെ അച്ചീവ്മെൻറ്റ്സ് തൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് ആ ഒരു അച്ഛൻ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയും വരാം. ഇനി അടുത്തത് ട്രാൻസ്ഫറൻസ് ആണ്. ഇത് നമുക്ക് പലപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഇൻ ദ ട്രാൻസ്ഫറൻസ് ദി ഇമേജ് ഓഫ് വൺ പേഴ്സൺ ഈസ് അൺകോൺഷ്യസ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് ദാറ്റ് ഓഫ് അനദർ. അതായത് ഒരാളിൽ മറ്റൊരാളെ കാണുക. ജസ്റ്റ് പറയാം എന്താണെന്ന്. ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് വരികയാണ്. ആ ഒരു പേഷ്യൻ്റ് ഒരു മകളുണ്ട്.
ആ ഒരു മകളുടെ അതേ സെയിം പ്രായത്തിൽ അതേ ഹൈറ്റിൽ അതേ രൂപത്തിലൊരു നേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നേഴ്സിൽ തൻ്റെ മകളെ കാണാം. തൻ്റെ മകളോട് ഭയങ്കര ദേഷ്യമാണെങ്കിൽ ആ നേഴ്സിനോട് സകല ദേഷ്യം, സകല ഫ്രസ്ട്രേഷൻ, ഭയങ്കര ദേഷ്യത്തോടെ പെരുമാറുക. അല്ലെങ്കിൽ മകളോട് ഭയങ്കര കാര്യമുള്ള ഒരാളാണെങ്കിൽ ആ നേഴ്സിനോട് ഭയങ്കര സൗമ്യമായിട്ട് ഭയങ്കര മകളെ പോലെ തന്നെ ട്രൈ ചെയ്യാം. സോ ഇത് ഈ എക്സാമ്പിൾ റീസെൻ്റ്ലി നടന്നത് നമ്മുടെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ വന്നപ്പോൾ തൻ്റെ മകളെപ്പോലെ എന്ന് പറഞ്ഞിട്ട് ആളെ തൊടുന്നതും ഇതാക്കുന്നതും ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആ ഒരു വ്യക്തി തൻ്റെ മകളെപ്പോലെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ തൊട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്നതൊക്കെ. സോ അതിപ്പോൾ ആ ഒരു ആളുടെ വ്യൂ പോയിൻ്റാണ്. എനിവേ അത് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ഏകദേശം അതേ ഒരു കാര്യം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നുള്ളൂ. അടുത്തത് ഇൻട്രോജക്ഷൻ. അധികം എവിടെയും കേൾക്കാത്ത വേർഡാണല്ലേ. സോ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇൻ ഇൻട്രോജക്ഷൻസ് ദി വാല്യൂ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് പേഴ്സൺസ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ വൺസ് പേഴ്സണാലിറ്റി. അതായത് തൻ്റെ ഉള്ളിലേക്ക് മറ്റൊരാളുടെ വാല്യൂസും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഏറ്റെടുക്കുക. ഇതൊരാളുടെ പേഴ്സണാലിറ്റിയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും കേട്ടോ. ലൈക്ക് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഒരു കുട്ടി തൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ പേരൻസിൻ്റെ ഇമോഷണലായിട്ടുള്ള വാല്യൂസും സാധനങ്ങളൊക്കെ തൻ്റെ ഉള്ളിലേക്ക് ഏറ്റെടുക്കുക എന്നൊക്കെയുള്ള രീതിയാണ്. സോ അതൊക്കെ ഉള്ളൂ. തൻ്റെ ഉള്ളിലേക്ക് ജഡ്ജ് ചെയ്ത് മറ്റൊരാളുടെ സാധനം കയറ്റുക, അത്ര ആലോചിച്ചാൽ മതി. സോ സ്റ്റുഡൻസ്, ദാറ്റ്സ് ദി എൻഡ് ഓഫ് പോസിറ്റീവ് ഡിഫെൻസ് മെക്കാനിസംസ് ആൻഡ് നൗ വി ആർ ഗോയിങ് ടു നെഗറ്റീവ് ഡിഫെൻസ് മെക്കാനിസംസ്. ഓക്കെ, ഫസ്റ്റ് വൺ അഗ്രഷൻ. പ്രോഗ്രഷന് നേരെ ഓപ്പോസിറ്റ്, ബാക്കോട്ടേക്ക് ഓടുക, ബാക്കിലേക്ക് പോകുക, പിൻവലിയ. അഗ്രഷൻ മീൻസ് എൻ ഇമ്മച്ചുവർ വേ ഓഫ് റെസ്പോണ്ടിങ് ടു എ സ്ട്രെസ് ഓർ ഗോ ബാക്ക്. ഇതൊരു കുറച്ചുകൂടി ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു വേ ആണ് കേട്ടോ. അതായത് നമ്മളൊരു കാര്യം ചെയ്തു, ഒരു തെറ്റ് ചെയ്തു, പക്ഷെ നമ്മളത് ഒരു ഇമ്മച്ചുവറായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യുകയാണ്. അതിനെയാണ് നമുക്ക് പറയാവുന്നത് ഇത്. ആൻ ഇൻഡിവിജ്വൽ ഡസ് ലെസ് മെച്ചുവർ ഫോം ഓഫ് ബിഹേവിയർ വെൻ ഫേസ്ഡ് വിത്ത് ഡിഫിക്കൽട്ടീസ്. ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് ഫേസ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽസ് കുറച്ചുകൂടി ഒരു ഇമ്മച്ചുവറായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ലെസ് മെച്ചുവറായിട്ടുള്ള രീതിയിലായിരിക്കും പെരുമാറുന്നത്. എക്സാമ്പിൾ നോക്കാം. ഒരു നേഴ്സ് ഒരു IM കൊടുക്കേണ്ട ഇഞ്ചക്ഷൻ IV കൊടുത്തു, എന്നിട്ട് ഇരുന്ന് കരയാൻ തുടങ്ങി. ആ കരയാന്ന് പറയുന്നത് ഒരു ഇമ്മച്ചുവറുള്ള കാര്യമാണ്. നമ്മളെന്താ ചെയ്യേണ്ടത്? ആ ഒരു കൊടുത്ത മൂലം എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഒബ്സർവ് ചെയ്യണം, പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ. അത് ചെയ്യാതെ ഇമ്മച്ചുവറായിട്ടുള്ള രീതിയിൽ ഇരുന്ന് കരയും. ദാറ്റ്സ് ഓൾ. നെഗറ്റിവിസം. ഇറ്റ് ഈസ് എ മെക്കാനിസം ഇൻ വിച്ച് ഇൻഡിവിജ്വൽ റിയാക്ട് ടു എ ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷൻ ബൈ ബിക്കമിങ് നെഗറ്റീവ്. ദിസ് മീൻസ് ദേ റിഫ്യൂസ് ടു അറ്റാക്ക് ദി പ്രോബ്ലം, ഇൻസ്റ്റെഡ് ദേ ബിക്കം സ്റ്റബോൺ. അതായത് നമ്മളൊരു പ്രോബ്ലം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നേരിടാതെ അവിടെ തന്നെ ചുമ്മാ ഇങ്ങനെ നിൽക്കുക, ചുമ്മാ അങ്ങനെ നിൽക്കുക. ദേ ഡു ഓപ്പോസ് വാട്ട് ഷുഡ് ബി ഡൺ. അതായത് അതിൻ്റെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ദി ചിൽഡ്രൻ ഹു ആർ ഡിസ്കറേജ്ഡ് ഓർ പാമ്പേർഡ് ടു മച്ച് ബിക്കം ലൈക്ക് ദാറ്റ്. അതായത് ഒരു കുട്ടി നമ്മൾ ജനിച്ച കുട്ടികൾ കളിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ ഭയങ്കരമായിട്ട് ഡിസ്കറേജ് ചെയ്യും. അതായത് ഇപ്പോഴ് ചുമ്മാ എന്ത് കാര്യം എടുത്താലും ചുമ്മാ ഇങ്ങനെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കും നമ്മുടെ പേരൻസ്. അപ്പോഴാ കുട്ടി വളർന്ന് വലുതാകുമ്പോഴും ചുമ്മാ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ, ഒന്നും ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെൻറ്റ്. വളരെ ഗംഭീരമായിട്ടുള്ളൊരു കാര്യമാണ്, പലരും അനുഭവിച്ചിട്ടുണ്ടാവും. ഇൻ ദിസ് ഡിഫെൻസ് മെക്കാനിസം ആൻ അൺകോൺഷ്യസ്ലി ഇമോഷണൽ ഫീലിംഗ് ഈസ് ട്രാൻസ്ഫേർഡ് ടു പേഴ്സൺ ഓർ ഒബ്ജെക്ട് ഹു ആർ ലെസ് ഡേഞ്ചറസ് ദാൻ ദോസ് ഹു ഇനീഷ്യലി അറോസ്ഡ് ദി ഇമോഷൻ, ഡിസ്ചാർജിങ് pent-up feeling from higher threatening object to less threatening object. എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു ഓഫീസിലൊരു ബോസ് ഒരു എംപ്ലോയിനെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യണം, ഭയങ്കര ചീത്ത വിളിക്കുകയാണ്. ആ എംപ്ലോയി ആ ബോസിനെ നേരെ തിരിച്ച് ചീത്ത വിളിക്കോ, അത് തൻ്റെ സബോർഡിനേറ്റ്സിനെ പോയി ചീത്ത വിളിക്കോ, അല്ലേ? ദാറ്റ്സ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ബോസിനോടുള്ള ദേഷ്യം, ആ ഒരു ഫ്രസ്ട്രേഷൻ സബോർഡിനേറ്റ്സിനോട് തീർക്കും. ദാറ്റ്സ് ഓൾ. ബൈ. ഇനി അടുത്തത് ഡിനയൽ. പേരും തന്നെ ഡിനൈ ചെയ്യുക, നമ്മൾ റിഫ്യൂസ് ചെയ്യുക. അതായത് നമുക്കൊരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് വരികയാണെങ്കിൽ അത് നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല, നമ്മൾ ഡിനൈ ചെയ്യും, റിഫ്യൂസ് ചെയ്യും. അതായത് ഒരാളുടെ വൈഫ് മരിച്ചു പോവാണ്, പക്ഷേ ആൾ അതൊരിക്കലും അംഗീകരിക്കില്ല, തൻ്റെ കൂടെ തന്നെയുണ്ട്, മരിച്ചിട്ടില്ല എന്ന് പറയും. നമ്മൾ ചില സിനിമയിലൊക്കെ കാണില്ലേ, ഒരു വൈഫ് മരിച്ച് കിടക്കുന്നുണ്ട് അവരുടെ സൈഡിൽ, അപ്പോൾ പോയിട്ട് ചായ എടുക്കടി എന്നൊക്കെ പറയുന്ന ഒരു ഹസ്ബൻഡൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് തന്നെ ഇറ്റ് പ്രൊട്ടക്ട്സ് ദി ഇൻഡിവിജ്വൽ ഫ്രം ഷോക്ക് ഓഫ് റിയാലിറ്റിയുടെ ഷോക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. ഡിനയൽ ഈസ് ക്വൈറ്റ് ഹാംലെസ് ഇഫ് പ്രാക്ടീസ്ഡ് ഇൻ മോഡറേഷൻ ബട്ട് ക്യാൻ ലീഡ് ടു സീരിയസ് ഡിഫിക്കൽട്ടീസ് ഇൻ ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഇഫ് പ്രാക്ടീസ്ഡ് ഇൻ എക്സസ്. അതായത് ഒരു ആദ്യത്തെ ഒരു ഗ്രേവ് സ്റ്റേജിലൊക്കെയാണ്, ഒരാൾ മരണപ്പെട്ട ഗ്രേവ് സ്റ്റേജിലൊക്കെയാണ് ഇത് നടക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇത് സ്ഥിരമായാൽ ഭയങ്കര ബുദ്ധിമുട്ടാക്കും. സോ ഇനി അടുത്തത് കൺവേർഷനാണ്. കൺവേർട്ട് ചെയ്യപ്പെടും ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ്. നോക്കാം.
A strong emotional conflicts which are not expressed are converted into physical symptoms. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അടിച്ചമർത്തി വെക്കുന്ന കോൺഫ്ലിക്റ്റുകൾ വെളിയിലേക്ക് ചാടും ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട്. അതായത് എക്സാമിനോട് ഭയങ്കര ആൻസൈറ്റി ഉള്ള ഒരു സ്റ്റുഡൻറ്റിന് എക്സാമിൻ്റെ അന്ന് തലവേദന വരും. ദാറ്റ്സ് ഓൾ. ഇനി അടുത്തത്, ഇനി നമ്മുടെ സപ്രഷൻ. ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമായിരിക്കും കേട്ടോ. സപ്രഷൻ ഈസ് ദി വോളണ്ടറി കോൺഷ്യസ് ബ്ലോക്കിംഗ് ഓഫ് അൺപ്ലസൻറ്റ് ഫീലിംഗ് ആൻഡ് എക്സ്പീരിയൻസ് ഫ്രം വൺസ് അവെയർനെസ് ടു അവോയ്ഡ് ഡിസ്കംഫേർട്ട് ആൻഡ് ആൻസൈറ്റി. നമ്മുടെ പോസിറ്റീവ് മറ്റേ മെക്കാനിസം പഠിച്ചില്ലേ, ഡിഫെൻസ് മെക്കാനിസം, അതിൽ ഒപ്രഷൻ ഇല്ലേ, അതുപോലെ ഇത് നേരെ ഓപ്പോസിറ്റാണ്. മറ്റേത് അൺവോളണ്ടറി അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതാണ്, ഇത് കോൺഷ്യസ്ലി ചെയ്യുന്നതാണ്. ബ്ലോക്കിംഗ് ഓഫ് അൺപ്ലസൻറ്റ് ഫീലിങ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ഫ്രം വൺസ് അവെയർനെസ് ടു അവോയ്ഡ് ഡിസ്കംഫേർട്ട് ആൻഡ് ആൻസൈറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം അവെയർനെസ്സിൽ നിന്ന് നമ്മൾ ഇതിനെ ബ്ലോക്ക് ചെയ്ത് നോക്കും, ഈ ഒരു അൺപ്ലസൻറ്റ് ഫീലിങ്സിനൊക്കെ. ഇനി അടുത്തത് ഫാൻറ്റസി വേൾഡ്, അതായത് ഇമാജിനറി. നോക്കാം. ഫാൻറ്റസി ഈസ് യൂസ്ഡ് ടു ഗ്രാറ്റിഫൈ ഫ്രസ്ട്രേറ്റഡ് ഡിസയേഴ്സ് ബൈ ഇമാജിനറി അച്ചീവ്മെൻറ്റ്സ് ആൻഡ് വിഷ്ഫുൾ തിങ്കിങ്സ്. The tendency of daydreaming is most common during adolescence. ഇനി എന്താണ്, നമുക്കൊരു ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയ ഡിസയർ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അച്ചീവ്മെൻറ്റ്സ്, നമ്മൾ ഇല്ലാത്തൊരു അച്ചീവ്മെൻറ്റ്സ് ഇങ്ങനെ ചിന്തിച്ച് നമുക്കിതൊക്കെ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ഇത്. അതായത് നമുക്കിപ്പം ഒരാളെ ഗേൾ ഫ്രണ്ടായിട്ട് കിട്ടണം, ഒരു ലവറായിട്ട് കിട്ടണം, നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ടാവും. പക്ഷേ അത് നടക്കത്തില്ല. അപ്പോൾ നമ്മളെന്താ, ഒരു ഇമേജിനായിട്ട് നമ്മൾ അച്ചീവ് ചെയ്തു, ഓക്കെ അവൾ എൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന് ഇമാജിൻ ചെയ്തെടുക്കല്ലേ, ഒരു ഫാൻറ്റസി വേൾഡ്. ദാറ്റ്സ് ഓൾ. ഇനി അടുത്തത് പ്രൊജക്ഷൻ. അൺകോൺഷ്യസ്ലി ഓർ കോൺഷ്യസ്ലി ബ്ലെയിമിങ് സമ്മൺ എൽസ് ഫോർ വൺസ് ഡിഫിക്കൽട്ടീസ്. തനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മറ്റൊരാളാണ് കാരണം എന്ന് പറഞ്ഞിട്ട് അയാളെ ബ്ലെയിം ചെയ്യുക. അത് കോൺഷ്യസ് ആയിട്ടും അൺകോൺഷ്യസ് ആയിട്ടും സംഭവിക്കും കേട്ടോ. ഫെയിൽസ് ടു ലേൺ ടു ടേക്ക് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. സ്വന്തമായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കില്ല ഇങ്ങനെയുള്ള ആൾക്കാർ. അതായത് ഇപ്പോഴും ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ തന്നു, ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയില്ല, അതിന് കാരണം മറ്റവൻ വന്നില്ല, അല്ലെങ്കിൽ താൻ ചെയ്യേണ്ട ഒരു ജോലി കംപ്ലീറ്റ് ആയില്ല കാരണം അവൻ എന്നെ സഹായിച്ചില്ല, അങ്ങനെയൊക്കെ. ഇനി അടുത്തത് ഫിക്സേറ്റ് ചെയ്ത് കിടക്കും, അവിടെ തന്നെ കിടക്കും, മുമ്പോട്ടൊരു പുരോഗതി ഉണ്ടാവില്ല. സംഭവം എന്താ നോക്കാം. ഫിക്സേഷൻ റെഫേഴ്സ് ടു ദി പോയിന്റ് ഇൻ ദി ഇൻഡിവിജ്വൽസ് ഡെവലപ്മെൻറ്റ്. ഒരു പോയിന്റ് എത്തുമ്പോൾ അറ്റ് വിച്ച് സെർട്ടൻ ആസ്പെക്ട് ഓഫ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഡു നോട്ട് അഡ്വാൻസ്. ഈ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് അഡ്വാൻസ് ചെയ്യില്ല, അതായത് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഈ ചെറുപ്പത്തിൽ ഈ പാൽ കുടിക്കുന്ന കുട്ടികളൊക്കെ ഈ തള്ളവിരലിങ്ങനെ സക്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. പക്ഷേ ഇത് ചില അഡൾട്ട്സിലെയും ഇത് കാണുന്നുണ്ട്, ഈ തം സക്കിങ്. അത് തന്നെ. ഇനി അടുത്തത് റിയാക്ഷൻ ഫോർമേഷൻ. ഇൻ ദിസ് ഡിഫെൻസ് മെക്കാനിസം ദി അൺആക്സെപ്റ്റബിൾ റിയൽ ഫീലിങ്സ് ആർ റിപ്രസ്ഡ് ആൻഡ് ആക്സെപ്റ്റബിൾ ഓപ്പോസിറ്റ് ഫീലിങ്സ് ആർ എക്സ്പ്രസ്ഡ്. ഇതിലാണെങ്കിൽ ഒരു അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള റിയൽ ഫീലിങ്സിനെ ഉള്ളിൽ അടിച്ചമർത്തി വെക്കും, എന്നിട്ട് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഓപ്പോസിറ്റ് ഫീലിങ്ങിനെ വെളിയിൽ കാണിക്കും. It is defined as unconscious transformation of unacceptable impulse into exactly opposite attitudes, impulse, feelings or behaviors. അതായത് അത് തന്നെ സെയിം സാധനം. അതായത് ഒരു അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇമ്പൾസ് ആയിരിക്കും ഉണ്ടാകുക, പക്ഷേ അതിന് നേരെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ഇമ്പൾസ്, ഫീലിങ്സും ബിഹേവിയേഴ്സും ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. വുമൺ ഹു ആക്ച്വലി ഡിസ്ലൈക്സ് ഹർ മദർ ഇൻ ലോ ഹൈഡ് ഹർ ഫീലിങ്സ് ഓഫ് ബീങ് ഓൾവേസ് നൈസ് ടു ഹർ. അതായത് അമ്മേനെ ഇഷ്ടമല്ലാത്തൊരു മരുമകൾ, ഓക്കെ, പക്ഷേ അവരെപ്പോഴും ഇഷ്ടമുള്ള പോലെ തന്നെ കാണിക്കും, അതേ ഉള്ളൂ. ഇനി അടുത്തത് ഡിസോസിയേഷനാണ്. ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് ഔട്ട് ദി മെമ്മറി തിങ്സ് ദാറ്റ് ദേ ഡോണ്ട് വാണ്ട് ടു ഓർ കാൺ ഡീൽ വിത്ത്. അതായത് ഒരാൾക്ക് ഡീൽ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടാത്തതുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് എക്സസീവായിട്ട് യൂസ് ചെയ്താൽ ഡിസോസിയേറ്റീവ് ഡിസോർഡറിലേക്ക് വരെ എത്തുന്നുണ്ട്. A woman finds herself engaging in bulimic eating behavior in a subconscious attempt to escape feelings of shame. ഒരു ഷെയിം എന്ന ഫീലിംഗ് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബുലിമിക് ഈറ്റിംഗ്, അതായത് ഒരുപാട് വാരി കുത്തി കഴിച്ചിട്ട് പിന്നെ വോമിറ്റ് ചെയ്ത് കളയുക, ആ ഒരു സംഭവം ഷെയിം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് ആക്ടിങ് ഔട്ട്. ഇതും നമുക്കുണ്ടാവും. It is a pattern of performing an extreme behavior in order to express thoughts or feelings the person feels incapable of expressing. അതായത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ നമ്മൾ ആക്ഷനിലേക്ക് എക്സ്ട്രീമായിട്ട് ബിഹേവിയറിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് ഒരാളോട് തനിക്ക് അയാളോട് ദേഷ്യമാണെന്ന് പറയുന്നതിന് പകരം അയാളുടെ നേരെ ബുക്ക് വലിച്ചു പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വലിച്ചു പോയാൽ അല്ലെങ്കിൽ ദേഷ്യത്തോടെ
ചുമരിന് പോയിട്ട് ഇടിക്കുക, ഇതൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നില്ല. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. വളരെ ലോങ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നത്. ഞാൻ എന്തായാലും അതിൻ്റെ ഇത് ടൈമിംഗ് വെച്ച് കൊടുത്തേക്കാം, ടൈം സ്റ്റാമ്പ് മറ്റും വെച്ച് കൊടുത്തേക്കാം. ഓക്കെ. സോ ഇനി ഏതെങ്കിലും വീഡിയോ വേണ്ടിക്കൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. സോ ഇതൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.